शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। 2025 ബാബ പറയുന്നു, മീഠേ ബച്ചേ സദാ खुशी में रहो कि हमें कोई देहदारी नहीं पड़ाते। अशरीरी बाप शरीर में प्रवेश कर कास हमें पढ़ाने आए हैं. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സദാ നമ്മൾ ഈ ഒരു സന്തോഷത്തിലിരിക്കണം. അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ദേഹധാരിയല്ല. അശരീരിയായ അച്ഛൻ ഈ ശരീരത്തിൽ, അതായത് ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് വിശേഷിച്ചും നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? ആ ഒരു സന്തോഷത്തിലിരിക്കാനാണ് ബാബ പറയുന്നത്. ഒരു ദേഹധാരിയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ബാബ ചോദ്യം ചോദിക്കാണ്, തും ബച്ചോം കോ ജ്ഞാൻ കാ തീസര നേത്ര ക്യൂ മിലാ ഹെ. അതായത് ബാബ ചോദിക്കാണ്, നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം എന്തിനാണ് ലഭിച്ചിരിക്കുന്നത്? അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, തേർഡ് ഐ എന്നൊക്കെ പറയും. അതായത് ദിവ്യ നേത്രമാണത്. അത് നമുക്ക് എന്തിനാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. ബാബ അതിൻ്റെ ഉത്തരം പറയുന്നത്, ഹമേം ജ്ഞാൻ കാ തീസര നേത്ര മിലാ ഹെ अपने ശാന്തിധാം ഓർ സുഖധാം കോ ദേഖ്നെ കെ ലിയെ. അപ്പം ബാബ പറയാണ്, നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം, അതായത് ആ ദിവ്യ നേത്രം ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ശാന്തിധാമത്തെയും സുഖബഹുമാനം വെക്കണ്ടേ എന്ന് ബാബ ചോദിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. ശിവ ഭഗവാൻ ഉവാച ബച്ചോം പ്രതി. शिव भगवान को सच्चा बाबा तो ज़रूर कहेंगे क्योंकि रचयिता है ना. ബാബ പറയാണ്, അതായത് ശിവഭഗവാനെ സത്യമായിട്ടുള്ള അച്ഛൻ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ബാബ രചയിതാവാണല്ലോ.
अभी तुम बच्चे ही हो जिनके भगवान पढ़ाते हैं ഭഗവാൻ ഭഗവതി बनाने के लिए. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ തന്നെയാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്? ഭഗവാനും ഭഗവതിയുമാക്കി മാറ്റുന്നതിന് വേണ്ടി. यह तो हर एक अच्छी रीति जानते हैं. ऐसा कोई स्टूडेंट होता नहीं जो अपने टीचर को, पढ़ाई को और उनकी റിസൾട്ട് को ना जानता हो. ബാബ പറയുന്നത്, അതായത് ഇങ്ങനെയൊരു വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല. അതായത് തൻ്റെ ടീച്ചറെ, അതുപോലെ തൻ്റെ പഠിപ്പിനെ, അതിൻ്റെ റിസൾട്ടിനെ ഒന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ബാബ പറയാം. അതായത് ഇപ്പം നമുക്കത് മനസ്സിലായി, നമുക്കറിയാം നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തായിട്ടാണ് മാറുന്നത്, അല്ലേ? ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ തന്നെയാണല്ലോ. അവർ പഠിക്കുമ്പോൾ അറിയാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്, ഞാൻ എന്ത് പഠിപ്പാണ് ഞാൻ പഠിക്കുന്നത്, ഈ പഠിപ്പ് പഠിച്ച് ഞാൻ എന്തായി മാറും, ആ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാബ അതാ പറയുന്നത്, അങ്ങനെ ഒന്നും അറിയാത്തൊരു വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ജിൻകോ ഭഗവാൻ പഠാത്തെ ഹേ ഉൻകോ കിത്തനി ഖുഷി ഹോനി ചാഹിയെ. ബാബ പറയാണ്, ആരെയാണോ ഭഗവാൻ പഠിപ്പിക്കുന്നത് അവർക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം, അല്ലേ? എന്നെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ആ ഒരു ലഹരി, ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണ്ടേ? അതാ ബാബ പറയുന്നത്. യഹ് ഖുഷി സ്ഥായി ക്യൂം നഹി രഹതി. ബാബ പറയാണ്, ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സ്ഥായിയായിട്ട് നിലനിൽക്കാത്തത് എന്ന് ബാബ ചോദിക്കുകയാണ്. തും ജാൻതേ ഹോ ഹംകോ കോയി ദേഹദാരി മനുഷ്യ നഹി പഠാത്തെ ഹെ. അപ്പം നമ്മൾ കുട്ടികൾക്കറിയാം, അതായത് നമ്മളെ ഒരു ദേഹധാരിയായ മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. അശരീരി ബാബ് ശരീർ മേ പ്രവേശ് കർ കാസ് തും ബച്ചോം കോ പഠാനെ ആയേ ഹെ. യഹ് കിസ്കോ ബി മാലൂ നഹി കി ഭഗവാൻ ആക്കർ പഠാത്തെ ഹെ. ബാബ പറയാണ്, അശരീരിയായ അച്ഛൻ, അല്ലേ? നമ്മളുടെ ബാബ നിരാകാരനാണ്. ബാബ ഈ ശരീരത്തിൽ പ്രവേശിച്ചിട്ട്, അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട്, വിശേഷിച്ചും എന്തിനാണ് ബാബ പ്രവേശിക്കുന്നത്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് ബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇത് ബാബ പറയുന്നത് ആർക്കും അറിയില്ല, നമ്മളെ ഭഗവാനാണ് വന്ന് പഠിപ്പിക്കുന്നത് എന്ന കാര്യം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ഹം ഭഗവാൻ കെ ബച്ചേ ഹെ വഹ് ഹംകോ പഠാത്തെ ഹെ വഹി ജ്ഞാൻ ക സാഗർ ഹെ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്, ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഭഗവാൻ ജ്ഞാനത്തിൻ്റെ സാഗരനാണ്. ഈ ഒരു കാര്യം നമ്മൾ കുട്ടികൾക്കറിയാം. ശിവബാബാക്കെ സന്മുഖ് തും ബൈഠേ ഹോ. നിങ്ങളിരിക്കുന്നത് ആരുടെ സന്മുഖത്താണ്? ശിവബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. ആത്മായേം ഓർ പരമാത്മാ അബീഹി മിൽത്തേ ഹെ യഹ് ഭൂലോ മത്. ബാബ പറയാണ്, ആത്മാക്കളും പരമാത്മാവും ഇപ്പോഴാണ് മിലനം ചെയ്യുന്നത്, ഇത് നിങ്ങൾ മറക്കരുത് എന്ന് ബാബ പറയാം. പരന്തു മായ ഏസി ഹേ ജോ ബുലാ ദേത്തി ഹേ. അപ്പം ബാബ പറയുന്നത്, പക്ഷെ മായ, അല്ലേ? മായ അങ്ങനെയാണ്, അതായത് മായ തീർച്ചയായും നമ്മളെ മറപ്പിക്കും. നെഹി തോ വഹ് നശാ രഹന ചാഹിയന ഭഗവാൻ ഹംകോ പഠാത്തെ ഹേ. ഇല്ലെങ്കിൽ നമുക്ക് ആ ലഹരി ഉണ്ടായിരിക്കണ്ടേ? ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന ലഹരി സദാ നമുക്കുണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? മായ നമ്മളെ തീർച്ചയായും മറപ്പിക്കുമെന്ന് ബാബ പറയാം. ഉൻകോ യാദ് കർത്തേ രഹന ചാഹിയെ. ആ ഭഗവാനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാ ബാബ. പരന്തു യഹാം തോ ഏസേ ഏസേ ഹേ ജോ ബിൽക്കുൽ ഹി ഭൂൽ ജാത്തേ ഹേ. ബാബ പറയുന്നത്, പക്ഷേ ഇവിടെ ചിലരുണ്ട്, അവർ മൊത്തമായിട്ടും അത് മറന്നേ പോവുക എന്ന് പറയാ ബാബ. കുച്ച് ബി നഹി ജാൻതേ. ഒന്നും തന്നെ അറിയുന്നില്ല എന്ന് പറയാം. ഭഗവാൻ ഖുദ് കഹത്തെ ഹേ കി ബഹുത് ബച്ചേ യഹ് ഭൂൽ ജാത്തേ ഹേ നഹി തോ വഹ് ഖുഷി രഹനി ചാഹിയേ നാ. ബാബ പറയുന്നത്, ബാബ സ്വയം പറയാണ്, ഒരുപാട് കുട്ടികൾ ഇത് മറന്നു പോകുകയാണ്. അതായത് ഭഗവാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം ഒരുപാട് കുട്ടികൾ മറന്നു പോവാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണ്ടേ? അപ്പം സന്തോഷം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അർത്ഥം എന്താണ്?
ഇത് മറക്കുന്നുണ്ട്. എന്നെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്, എന്നെ ദേവതയാക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം സദാ ഓർമ്മയിലുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും സദാ സന്തോഷമായിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ട്. അർത്ഥം എന്താണ്? നമ്മളിത് മറന്നു പോകുന്നുണ്ട്. അതാണ് ബാബ പറയുന്നത്. ഭഗവാൻ ഹം ഭഗവാൻ കെ ബച്ചേ ഹെ വഹ് ഹംകോ പഠാ രഹേ ഹെ. നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്, ആ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മായ ഏസി പ്രബൽ ഹേ ജോ ബിൽക്കുൽ ഹി ബുലാ ദേത്തി ഹെ. മായ അത്രയ്ക്കും ശക്തിശാലിയാണ്, അതായത് മൊത്തം നമ്മളെ മറപ്പിക്കും. അത്രയ്ക്കും മായ ശക്തിശാലിയാണെന്ന് പറയാ ബാബ. ഇൻ ആംഗോം സെ യഹ് ജോ പുരാനി ദുനിയ മിത്ര സംബന്ധി ആദി ദേഖ്തേ ഹോ ഉന്മേം ബുദ്ധി ചലി ജാതി ഹെ. ബാബ പറയുന്നത്, നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ടല്ലോ ഈ പഴയ ലോകം, മിത്രസംബന്ധികൾ, ഇവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരിലേക്കോ എല്ലാം ബുദ്ധി പോയിക്കൊണ്ടിരിക്കും. അബി തും ബച്ചോം കോ ബാപ്പ് തീസര നേത്ര ദേത്തേ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ബാബ ദിവ്യനേത്രം, അതായത് മൂന്നാം കണ്ണ് തന്നിട്ടുണ്ട്. തും ശാന്തിദാം സുഖദാം കോ യാദ് കരോ. ബാബ പറയുന്നത്, അതിലൂടെ നിങ്ങൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. യഹ് ഹേ ദുഃഖധാം ചീ ദുനിയ. ബാബ പറയാണ്, ഇത് ദുഃഖധാമമാണ്, മോശം ലോകമാണ് എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ഭാരത് സ്വർഗദ അഭി നർഗ് ഹെ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയോ ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, നരകമായി മാറിയെന്ന് ബാബ പറയാം. ബാപ ആക്കർ ഫിർ ഫൂൽ ബനാത്തെ ഹെ. പിന്നീട് ബാബ തന്നെയാണ് വന്നിട്ട് നമ്മൾ കുട്ടികളെ, അതായത് പുഷ്പമാക്കി മാറ്റുക, അതായത് ദേവതയാക്കി മാറ്റുന്നത് ആര് വന്നിട്ടാണ്? ബാബ വന്നിട്ടാണ്. വഹാം തുംകോ 21 ജന്മോം കെ ലിയേ സുഖ മിൽത്താ ഹെ. അവിടെ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സുഖം തന്നെയായിരിക്കും. സുഖം, അത്രയ്ക്കും സുഖം കിട്ടുന്ന ബാബ പറയാം. എവിടെ? സത്യയുഗത്തിൽ, സത്യത്രേതായുഗം അല്ലെ, സ്വർഗമായിരുന്നല്ലോ ഭാരതം. ആ സമയത്ത് അത്രയ്ക്കും സുഖം നിങ്ങൾക്ക് ലഭിക്കുന്ന പറയാ ബാബ. ഇസ്കേലിയേ ഹി തും പഠ് രഹേ ഹോ. ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. ബാബ നമുക്ക് പഠിപ്പ് തരുന്നത് എന്തിനാണ്? ദേവതയായിട്ട് മാറാനാണ്, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യാനാണ് അല്ലെ, ആത്മാവിനെ പ്യുവറാക്കാനാണ്. അപ്പോൾ ബാബ പറയുന്നത് ഇതിന് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം അത്രയ്ക്കും സുഖസമ്പത്തിൽ, അത്രയും സുഖസമ്പത്തായ ജീവിതം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ബാബ പറയാം. പരന്തു പൂരാ നഹി പഠ്നെ കാരൺ യഹാം കെ ധൻ ദൗലത് ആദി മേം ഹി ബുദ്ധി ലട്ടക് പടുത്തി ഹെ. ബാബ പറയുന്നത്, പക്ഷെ നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കാത്തത് കാരണം ഇവിടെയുള്ള സമ്പത്ത്, വൈഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം നിങ്ങളുടെ ബുദ്ധി തൂങ്ങിക്കിടക്കാണ്. കാരണം നിങ്ങൾ മുഴുവനായി പഠിക്കുന്നില്ല, മുഴുവനായിട്ട് ബാബയിൽ മനസ്സ് വെച്ച് നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മളുടെ ബുദ്ധിയൊക്കെ ഇങ്ങനെ അലയാണ്. ഇവിടെയുള്ള ധനം, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബുദ്ധി തൂങ്ങിക്കിടക്കാന്ന് ബാബ പറയാം. ഉൻസെ ബുദ്ധി നിക്കൽത്തി നഹി ഹെ. അതിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധി വേർപ്പെടുന്നേ ഇല്ല എന്ന് പറയാം. ബാപ്പ കഹത്തെ ഹേ ശാന്തിദാം സുഖദാം തരഫ് ബുദ്ധി രഖോ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികള് ശാന്തിധാമം, അതായത് നമ്മൾ ആത്മാക്കളുടെ നിവാസസ്ഥാനമായ ശാന്തിധാമം, അതുപോലെ സുഖധാമം. സുഖധാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സത്യയുഗം. അതിലേക്ക്, അതിൻ്റെ നേരെ നിങ്ങൾ ബുദ്ധിയെ വെക്കൂ. അല്ലാതെ ഈ പഴയ ലോകം, ഇവിടെയുള്ള ധനം, സമ്പത്ത് എല്ലാം വളരെ തമോ പ്രധാനമാണ്. അതിലേക്കല്ല ബുദ്ധി വെക്കേണ്ടത്. നിങ്ങളുടെ ശാന്തിധാം സുഖധാമത്തിന് നേരെ നിങ്ങൾ ബുദ്ധി വെക്കൂ എന്ന് ബാബ പറയാം. പരന്തു ബുദ്ധി ഗന്ധി ദുനിയാ തരഫ് ഏക്ദം ജൈസെ ചടക്തി ഹുയി ഹെ. ബാബ പറയണ, പക്ഷെ ഇത്രയൊക്കെ ബാബ പറഞ്ഞിട്ടും കുട്ടികളുടെ ബുദ്ധി ഏതിനു നേരെയാണ് പോകുന്നത്? ഈ മോശമായ ലോകം, അഴുക്ക് നിറഞ്ഞ ലോകത്തിന് നേരെ. ബാബ പറയണത് അതിൽ പറ്റി പിടിച്ചിരിക്കാന്ന് പറയാ ബാബ. അതിൽ നിന്നും വിടുവിക്കുന്നേ ഇല്ല എന്ന് പറയാ ബുദ്ധിയോഗം. ബൽ യഹാം ബൈഠേ ഹേ തോബി പുരാനി ദുനിയാസെ ബുദ്ധി ടൂട്ടി നഹി ഹെ. അതായത് ഇരിക്കുന്നത് ഇവിടെയാണ്. അതായത് ബാബ ഇപ്പോൾ ഇവിടെ മുരളി പറയുന്നത് മധുബനിലാണല്ലോ. മധുബനിലാണ് വന്നിരിക്കുന്നത്, ബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. എങ്കിൽ കൂടിയും ബാബ പറയുന്നത് പഴയ ലോകത്തിൽ നിന്നും ആ ബുദ്ധിയെ മുറിക്കുന്നേ ഇല്ല എന്ന് പറയാം. ആ പഴയ ലോകത്തിലേക്കും പഴയ സംസ്കാരത്തിലേക്കൊക്കെ ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ നിന്നും ബുദ്ധി മുറിക്കുന്നേ ഇല്ല എന്ന് ബാബ പറയാം.
अभी बाबा आया हुआ है गुलगुल पवित्र बनाने के लिए. ബാബ പറയുന്നത് ഇപ്പൊ ബാബ എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മളെ പവിത്രമാക്കി മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. തും മുഖ്യ പവിത്രത കെ ലിയേ ഹി കഹത്തെ ഹോ. ബാബ हमको पवित्र बनाकर पवित्र दुनिया में ले जाते हैं तो ऐसा बाप को कितना रिगार्ड रखना चाहिए. അല്ലെ, നമ്മൾ മുഖ്യമായിട്ടും പവിത്രതയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ബാബ പറയാണ്, ബാബ ഞങ്ങളെ പവിത്രമാക്കി മാറ്റി പവിത്രമായ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ബാബയെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണം, എത്രമാത്രം നമുക്ക് ബഹുമാനമുണ്ടായിരിക്കണം. കാരണം നമ്മൾ അത്രയും മോശമായ അവസ്ഥയിൽ നമ്മളെ ബാബ വന്ന് നമ്മളെ സെലക്ട് ചെയ്ത് നമ്മളെ പവിത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക, ദേവതയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ബാബയോട് നമ്മൾ എത്രമാത്രം ബഹുമാനം വെക്കണം എന്ന് ബാബ പറയാം. ഏസാ ബാബ പർ തോ കുർബാൻ ജായേ. അതായത് ഇങ്ങനെയുള്ള ബാബയുടെ മേല് നമ്മൾ സമർപ്പണമാകണം, ബലിയർപ്പണമാകണം എന്ന് പറയാം. ജോ പരന്താം സെ ആക്കർ ഹം ബച്ചോം കോ പഠാ രഹേ ഹേ. ബാബ പരന്താമത്തിൽ നിന്നും വന്നിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബച്ചോം പർ കിത്നി മെഹനത്ത് കർത്തേ ഹേ. കുട്ടികളുടെ മേലെ ബാബ എത്ര മാത്രമാണ് പരിശ്രമിക്കുന്നത്, അല്ലേ? നമ്മള് അത്രയ്ക്കും കക്കയ്ക്ക് തുല്യമായ നിലയിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ കുട്ടികളെ ബാബ വന്ന് പുഷ്പം പോലെയാക്കി മാറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അല്ലേ? ബാബ അപ്പോൾ അത്രയാ പരിശ്രമിക്കുന്നത് കുട്ടികളെ ഇത്രയും നല്ലതാക്കാൻ. എക്ദം കിച്ചടേ സെ നിക്കൽത്തേ ഹേ. ബാബ പറയുന്നത് അത്രയ്ക്കും അഴുക്കിൽ നിന്നാണ് ബാബ നമ്മളെ പുറത്തെടുക്കുന്നത്. അബി തും ഫൂൽ ബൻ രഹേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികള് പുഷ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാൻതേ ഹോ കൽപ്പ് കൽപ്പ് ഹം ഏസേ ഫൂൽ ബൻതേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾക്കറിയോ, നിങ്ങൾ കൽപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ പുഷ്പമായിട്ട് മാറുന്നുണ്ട്, അതായത് ദേവതയായിട്ട് മാറുന്നുണ്ട്. മനുഷ്യസേ ദേവത കിയേ കർത്ത് ന ലാഗിവാർ. ബാബ പറയുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാകുക അത് എളുപ്പം സാധിക്കുന്ന കാര്യം തന്നെയാണെന്ന് ബാബ പറയാം. അഭി ഹംകോ ബാപ്പ് പഠാ രഹേ ഹേ. ഇപ്പൊ നമ്മൾ കുട്ടികളെ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം യഹാം മനുഷ്യസേ ദേവത ബന്നെ ആയേ ഹേ. നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ ദിവസവും ബാബയുടെ മുരളി കേൾക്കുന്നതും ബാബയെ ഓർമ്മിക്കുന്നത്? എന്തിനാണ്? നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറാൻ വേണ്ടിയാണ്. യഹ് അബി തുംകോ മാലൂം പഠാ ഹേ പഹലെ യഹ് പതാ നഹി ദാക്കി ഹം സ്വർഗവാസി ദേ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി, അതായത് മുൻപ് നമ്മൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, നമ്മൾ സ്വർഗവാസിയായിരുന്നു. ഈ ഒരു കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ബാബ വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്, കുട്ടികളെ നിങ്ങൾ സ്വർഗത്തിലായിരുന്നു, നിങ്ങൾ ദേവതമാരായിരുന്നു, ഇനി നിങ്ങൾക്ക് അത് തന്നെയാണ് ആകേണ്ടത്. അത് ബാബ വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്, നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അഭി ബാപ്പനെ ബത്തായാ ഹേ തും രാജ് കർത്തേ ദേ ഫിർ രാവണനെ രാജ്യ ലിയാ ഹേ. അതായത് ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങളിവിടെ രാജ്യം ഭരിച്ചിരുന്നു, പിന്നീട് രാവണൻ രാജ്യം തട്ടിയെടുത്തു. തുമ്നെ ഹി ബഹുത് സുഖ ദേക്കെ ഫിർ 84 ജന്മ ലേത്തെ ലേത്തെ സീഡി നീച്ചെ ഉദർത്തേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം സുഖം കണ്ടിട്ടുള്ളത്. പിന്നീട് 84 ജന്മം എടുത്തെടുത്ത് നിങ്ങൾ പടി താഴേക്കിറങ്ങി, അല്ലെ? ഓരോ ജന്മം കഴിയും തോറും ആത്മാവിലെ ക്വാളിറ്റി കുറഞ്ഞു വരികയായിരുന്നു. അതാ ബാബ പറയുന്നത്, നിങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം സുഖം കണ്ടിട്ടുള്ളവര്. പിന്നീട് നിങ്ങൾ 84 ജന്മം എടുത്തെടുത്ത് പടി താഴേക്കിറങ്ങിയെന്ന് ബാബ പറയാ. യഹ് ഹേ ഹി ചീ ദുനിയ. ഇത് വളരെ മോശമായ ലോകമാണ് എന്ന് ബാബ പറയാം. കിത്തനെ മനുഷ്യ ദുഃഖി ഹേ. എത്രമാത്രം മനുഷ്യരാണ് ഇവിടെ ദുഃഖികളായിട്ടുള്ളത്, വളരെയധികം ദുഃഖം അനുഭവിക്കുകയാണല്ലോ. കിത്തനെ തോ ഭൂക്ക് മർത്തേ രഹത്തെ ഹേ കുച്ച് ബി സുഖ നഹി ഹേ. എത്ര പേരാണ് വിശന്ന് തന്നെ മരിക്കുന്നതെന്ന് ബാബ പറയാം. അതായത് ഒരു ചെറുതായിട്ട് പോലും ഉള്ളൊരു സുഖം തന്നെ ഇല്ല എന്ന് പറയാ ബാബ. ഭൽ കിത്തനാ ബി ധൻവാൻ ഹേ തോ ബി യഹ് അല്പകാൽ കാ സുഖ് കാഗ് വിഷ്ട് സമാൻ ഹേ. ബാബ പറയുന്നത് എത്രമാത്രം ധനവാനായിരുന്നോട്ടെ, ഇപ്പൊ ഈ ഒരു ലോകത്തില് ഒരുപാട് ധനവാന്മാരുണ്ടല്ലോ. ബാബ പറയുന്നത്
എത്രമാത്രം ധനവാനായിരുന്നോട്ടെ എങ്കിലും ഇത് അല്പകാലത്തേക്കുള്ള സുഖമാണ്. അതായത് കാകവിഷ്ട സമാന സുഖം മാത്രമാണെന്ന് ബാബ പറയാം. ഇൻകോ കഹാ ജാതാ ഹേ വിഷയ വൈതരണി നദി. അല്ലെ, വിഷയ വൈതരണി നദി എന്നാണ് ഈ ഒരു ലോകത്തിന് പറയുന്നത്. സ്വർഗമേം തോ ഹം ബഹുത് സുഖി ഹോങ്കെ. സ്വർഗത്തില് നമ്മൾ വളരെയധികം സുഖികളായിരിക്കുന്ന ബാബ പറയാം. അബി തും സാവരേസെ ഗോരേ ബൻ രഹേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികള് കറുത്തതിൽ നിന്നും വെളുത്തതായിട്ട് മാറാണ്. അതായത് അപവിത്രമായിരുന്നവരിൽ നിന്നും പവിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. അബി തും സമജ്തേ ഹോ ഹം ഹി ദേവദാ ദേ ഫിർ പുനർജന്മ ലേത്തെ ലേത്തെ വേശ്യാലയ മേ മാക്കർ പടേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ തന്നെയായിരുന്നു ദേവതമാരായിരുന്നത്. പിന്നീട് നമ്മൾ പുനർജന്മം എടുത്തെടുത്ത് വേശ്യാലയത്തിൽ വന്നിരിക്കുകയാണ്. അല്ലെ, വേശ്യാലയം എന്ന് പറയുന്നത് അത്രയും മോശമായ ലോകമാണ്. അതിനെയാണ് ബാബ പറയുന്നത്. അബി ഫിർ തുംകോ ശിവാലയമേ ലേ ജാത്തേ ഹേ. ഇപ്പൊ ബാബ വന്നിട്ടാണ് നമ്മൾ കുട്ടികളെ ശിവാലയം, അതായത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശിവബാബ സ്വർഗ കി സ്ഥാപന കർ രഹേ ഹേ. ശിവബാബ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. शिव बाबा स्वर्ग की स्थापना कर रहे हैं. तुमको पढ़ाई पढ़ा रहे हैं तो अच्छी രീതി പഠന चाहिए. നിങ്ങൾ കുട്ടികളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുക തന്നെ വേണമെന്ന് ബാബ പറയാ. പഠിക്കർ ചക്ര ബുദ്ധി മേം രേഖക്കർ ദൈവിക ഗുണ ധാരൺ കർണേ चाहिए. ബാബ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കണം, അതോടൊപ്പം തന്നെ ഈ സൃഷ്ടി ചക്രത്തെ നിങ്ങൾ ബുദ്ധിയിൽ വെക്കണം, എന്നിട്ട് നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്യണം. തും ബച്ചേ ഹോ രൂപ ബസന്ത് തുമാരെ മുഖസേ സദാ ജ്ഞാൻ രത്നഹി നിക്കലെ കിച്ചടാ നഹി. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ രൂപ ബസന്താണെന്ന് പറയാം, ജ്ഞാനികളും യോഗികളുമാണ്. നിങ്ങളുടെ മുഖത്തിൽ നിന്നും, അതായത് നിങ്ങളുടെ വായിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങളാണ് പുറപ്പെടേണ്ടത്, മോശമായ വാക്കുകളല്ല എന്ന് ബാബ പറയാം. बाप भी कहते हैं मैं रूप बसंत हूँ, मैं परम आत्मा ज्ञान का सागर हूँ, पढ़ाई सोर्स ഓഫ് ഇൻകം ഹോത്തി ഹേ. അപ്പൊ ബാബ പറയുകയാണ് ഞാനും രൂപബസന്താണ്, അതായത് ബാബയും. ബാബ അതുപോലെ പരമാത്മാവാണ്, ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബാബ പറയാണ് പഠായി, അതായത് പഠിപ്പ് എന്ന് പറയുന്നത് വരുമാന മാർഗമാണ്. പഠിക്കർ ജബ് ബാരിസ്റ്റർ ഡോക്ടർ ആദി ബൻതേ ഹേ ലാഖോം കമാത്തേ ഹേ. ബാബ പറയാണ് നിങ്ങളിപ്പോൾ പഠിച്ച് വക്കീലോ ഡോക്ടറോ ഒക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾ എത്ര ലക്ഷങ്ങളാണ് സമ്പാദിക്കുക, അല്ലെ? പഠിപ്പ് എപ്പോഴും വരുമാന മാർഗമാണല്ലോ, അതാണ് ബാബ പറയുന്നത്. ഏക്ക് ഡോക്ടർ മാസ്മേം ലാഖ് രൂപയ കമാത്തേ ഹേ. ഓരോരോ ഡോക്ടർമാരെ ബാബ പറയുന്നത് മാസത്തിൽ എത്ര ലക്ഷം രൂപയാണ് അവർ സമ്പാദിക്കുന്നതെന്ന് പറയാ ബാബ. കാനേക്കെ ബി ഫുർസത്ത് നഹി മിൽത്തേ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം ഉണ്ടാകില്ല എന്ന് പറയാം, അല്ലെ? അത്രയ്ക്കും തിരക്കുള്ള ഡോക്ടർമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ലക്ഷങ്ങളായിരിക്കും അവർ സമ്പാദിക്കുന്നതെന്ന് ബാബ പറയാം. തുമ്പി അബി പഠ് രഹേ ഹോ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തും ക്യാ ബൻതേ ഹോ. നിങ്ങൾ ആരായിട്ടാണ് മാറുന്നത് പഠിച്ചിട്ട്? ബാബ ചോദിക്കുക. വിശ്വക മാലിക്, അല്ലെ? അതായത് ഈ വിശ്വത്തിന്റെ അധികാരിയായിട്ടാണ് മാറുന്നത്. തോ ഇസ് പഠായി കാ നശ ഹോനാ ചാഹിയേന. അപ്പൊ നിങ്ങൾക്ക് ഈ പഠിപ്പിൽ ലഹരി ഉണ്ടാകണ്ടേ, അല്ലെ? ഒരു ഡോക്ടറും വക്കീലാകാൻ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് എത്രമാത്രം ലഹരിയാണ്. ഞങ്ങളിത് പഠിച്ച് ഡോക്ടറാകും വക്കീലാകും എന്നൊക്കെ നല്ല നല്ല ഉയർന്ന പഠിപ്പൊക്കെ പഠിക്കുമ്പോൾ വളരെയധികം ലഹരിയാണല്ലോ ആളുകൾക്ക്. അപ്പം അതാ ബാബ പറയുന്നത് നിങ്ങളിവിടെ പഠിച്ചിട്ട് വിശ്വത്തിന്റെ അധികാരിയായിട്ടാണ് മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പഠിപ്പിൽ എത്രമാത്രം ലഹരി ഉണ്ടായിരിക്കണം. തും ബച്ചോ മേ ബാത്ചീത്ത് കർണേക്ക് കിത്തനി റോയൽറ്റി ഹോനി ചാഹിയേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളില് പെരുമാറ്റത്തിൽ, നിങ്ങളുടെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ എത്രമാത്രം രാജകീയത ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ വിശ്വത്തിന്റെ അധികാരി ദേവതയായിട്ടാണല്ലോ മാറുന്നത്. അപ്പം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ അത്രയും റോയൽറ്റി, രാജകീയത ഉണ്ടായിരിക്കണം. തും റോയൽ ബൻതേ ഹോന. അതായത് നിങ്ങൾ കുട്ടികൾ രാജാവായിട്ടല്ലേ മാറുന്നത്, രാജകീയമായിട്ടുള്ള സ്ഥിതിയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. രാജാവോം കി ചലൻ ദേക്കോ കൈസി ഹോത്തിയെ. ബാബ പറയാണ് ഈ രാജാക്കന്മാരുടെ ഓരോ പെരുമാറ്റവും നിങ്ങൾ നോക്കൂ എങ്ങനെയാണ്.
ബാബ തോ അനുഭവി ഹേന, അതായത് ബാബ അനുഭവിയല്ലേ, അതായത് ബ്രഹ്മബാബ ഒരുപാട് രാജാക്കന്മാരൊക്കെ ആയിട്ട് ബാബയ്ക്ക് സമ്പർക്കം ഉണ്ടായിരുന്നു. അപ്പൊ ബാബ കണ്ടിട്ടുണ്ടാകുമല്ലോ. രാജാവോം കോ നജ്രാന ദേത്തെ ഹേ കബി ഏസെ ഹാത്ത് മേം ലേങ്കെ നഹി. ഇപ്പം നമ്മൾ രാജാക്കന്മാർക്കൊക്കെ അവരുടെ മുന്നിൽ പോയിട്ട് കാണിക്ക വെക്കുക ഒക്കെ ചെയ്യുമല്ലോ. പക്ഷെ അവരൊരിക്കലും കൈകൊണ്ട് അത് സ്വീകരിക്കില്ല. അഗർ ലേനെ ഹോഗാത്തോ ഇഷാര കരേങ്കെ സെക്രട്ടറിക്കോ ജാക്കർദോ. ഇപ്പോൾ അഥവാ അത് എടുക്കുന്നുണ്ടെങ്കിൽ അവർ എന്താണ് തൻ്റെ സെക്രട്ടറിക്ക് സൂചന കൊടുക്കും, എടുക്കാൻ പറഞ്ഞു. അല്ലാതെ ആ രാജാക്കന്മാരൊരിക്കലും അവരുടെ കൈകൊണ്ട് എടുക്കാറില്ല. ബഹുത്ത് റോയൽ ഹോത്തെ ഹെ, അവർ വളരെയധികം രാജകീയത്വം അവരിലുണ്ടായിരിക്കും. ബുദ്ധിമേം യഹ് ക്യാൽ രഹ്താ ഹെ ഇൻസെ ലേത്തെ ഹെ തോ ഇൻകോ വാപ്പസ് ഭി ദേനാ ഹെ നെഹി തോ ലേങ്കെ നെഹി. ബാബ പറയുന്നത് ആ രാജാക്കന്മാരുടെ ബുദ്ധിയിൽ ഈ ഒരു ചിന്തയുണ്ടായിരിക്കും. ഇപ്പോൾ അഥവാ ഞാൻ ഇവരിൽ നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് തിരികെ കൊടുക്കേണ്ടതായിട്ടും വരും അല്ലേ. രാജാക്കന്മാർ അത്രയും റോയലാണ്. കോയി രാജായെ പ്രജാസെ ബിൽക്കുൽ ലേത്തെ നെഹി. ചില രാജാക്കന്മാരാണെങ്കിൽ പ്രജകളിൽ നിന്ന് ഒന്നും എടുക്കില്ല എന്ന് പറയാ ബാബ. കോയിത്തോ ബഹുത്ത് ലൂട്ട്തേ ഹേ. ബാബ പറയുന്നുണ്ട് ചിലരാണെങ്കിൽ വളരെയധികം അവരിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അല്ലേ, അതുകൊണ്ടെന്ന് പറയാ ബാബ. രാജാവോമേം ബി ഫറക്ക് ഹോത്താ ഹേ. രാജാക്കന്മാരിലും എന്താണ് വ്യത്യസ്തമായ രാജാക്കന്മാരും ഉണ്ടായിരിക്കുമല്ലോ, അതാ ബാബ പറയുന്നത്. അബി തും സത്യയുഗി ഡബിൾ സിർതാജ് രാജായെ ബൻതേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികള് സത്യയുഗത്തിലെ ഡബിൾ കിരീടധാരി രാജാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ താജ് കേലിയെ പവിത്രത സരൂർ ചാഹിയെ. ബാബ പറയുന്നത് അതായത് ഡബിൾ കിരീടധാരി ആകാൻ വേണ്ടിയിട്ട് ബാബ പറയുന്നത് പവിത്രത തീർച്ചയായിട്ടും വേണം. അതായത് ഡബിൾ കിരീടം എന്ന് പറയുന്നത് തന്നെ അതിൽ ഒരു കിരീടം പവിത്രതയുടെ കിരീടമാണ്. അതാണ് ബാബ പറയുന്നത് ഡബിൾ കിരീടതായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും പവിത്രത ആവശ്യമാണ്. ഇസ് വികാരി ദുനിയാക്കോ ചോഡ്നാ ഹെ. ബാബ പറയുന്നത് ഈ മോശപ്പെട്ട വികാരി ലോകത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. തും ബച്ചോംനെ വികാരോം കോ ചോടാ ഹെ വികാരി കോയി ആക്കർ ബൈറ്റ് നാ സകെ. നിങ്ങൾ കുട്ടികൾ വികാരത്തെ ഉപേക്ഷിച്ചവരാണ്. ഒരു വികാരി വന്നിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറയാ ബാബ. അഗർ ബിഗർ ബത്തായെ ആക്കർ ബൈട്ടെ ജാത്തേ ഹേ തോ അപ്പനാ ഹി നുക്സാൻ കർത്തേ ഹേ. ഇപ്പൊ ചിലവരുണ്ട് പറയില്ല, വികാരത്തിലേക്കൊക്കെ പോകും, പക്ഷെ പറയാതെ മിണ്ടാതെ ഒളിപ്പിച്ചു വെച്ച് വന്നിരിക്കും. അപ്പൊ ബാബ പറയുന്നത് അങ്ങനെയുള്ളവര് സ്വയത്തിന്റെ തന്നെ എന്താണ് മോശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സ്വയത്തിന് തന്നെ അവര് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. കോയി ചാലാക്കി കർത്തേ ഹേ കിസ്കോ പത്താ തോടെ ഹി പടേക. ചിലരാണെങ്കിൽ കാപ്പട്ടിയൊക്കെ കാണിക്കുന്നു പറയാ, ആർക്കും അത് മനസ്സിലാക്കാനേ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർ വന്നിരിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സ്വയത്തിന്റെ തന്നെ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്വയം കരുതും ആരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. പക്ഷെ സ്വയത്തിന്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ബാപ്പ് ബൽ ദേക്കെ നാ ദേക്കെ കുദ്ഹി പാപ് ആത്മാ ബൻ പടുത്തേ ഹേ. ഇപ്പൊ ബാബ കാണുകയോ കാണാതിരിക്കുകയോ എന്തുമാകട്ടെ, പക്ഷെ സ്വയം തന്നെ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? പാപാത്മാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. അപ്പൊ നമ്മുടെ ആത്മാവിൽ തന്നെയാണ്, ആരാണ് ചെയ്യുന്നത്? അവരുടെ ആത്മാവിലാണല്ലോ അത് റെക്കോർഡഡ് ആവുന്നത്. അപ്പൊ അവര് പാപാത്മാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും സ്വയത്തിൽ അത് റെക്കോർഡാകുന്നുണ്ട്. അതാണ് ബാബ പറയുന്നത്. അപ്പൊ പുരുഷാർത്ഥസെ പുണ്യാത്മാ ബന്നാഹെ. ഇപ്പൊ നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിലൂടെ പുണ്യാത്മാവായിട്ട് മാറണമെന്ന് ബാബ പറയാം. തും ബച്ചോം കോ കിത്തിനി നോളജ് മിലി ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം അറിവാണ് ലഭിച്ചിരിക്കുന്നത്? ഇസ് നോളജ് സെ തും ശ്രീകൃഷ്ണപുരി കെ മാലിക് ബൻതേ ഹോ. ബാബ പറയുന്നത് ഈ അറിവിലൂടെ തന്നെയാണ് നിങ്ങൾ കുട്ടികൾ കൃഷ്ണപുരിയുടെ, ശ്രീകൃഷ്ണപുരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വൈകുണ്ഠം, അതിന്റെ അധികാരിയായിട്ട് മാറുന്നത്. ബാപ്പ് കിത്തന ശൃംഗാർത്തേ ഹേ. ബാബ നിങ്ങളെ എത്ര മാത്രമാണ് അലങ്കരിക്കുന്നത് അല്ലെ. ബാബ നമ്മളെ ഗുണങ്ങളാലും ശക്തികളാലും ഒക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആത്മാക്കളെ. ഊഞ്ചേത്തെ ഊഞ്ച് ഭഗവാൻ പഠാത്തേ ഹേ തോ കിത്തന ഖുഷി സേ പഠന ചാഹിയേ. ബാബ പറയാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ
എത്ര സന്തോഷത്തോടെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് ബാബ പറയാ. ऐसी पढ़ाई तो कोई സൗഭാഗ്യശാലി പഠിത്തേ ഹേ ഓർ ഫിർ സർട്ടിഫിക്കറ്റ് ബി ലേനാ ഹേ. ബാബ പറയുന്നത് ഇങ്ങനെയുള്ള പഠിപ്പ് ഒരു അത്രയും ഭാഗ്യശാലിയായിട്ടുള്ളവർക്ക് ഇത് പഠിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റും ലഭിക്കും. ബാബ കഹേങ്കെ തും പഠിത്തേ കഹാം ഹോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ബാബ ചോദിക്കുകയാണ്. ബുദ്ധി ഭട്ടക്തി രഹത്തി ഹേ, നിങ്ങളുടെ ബുദ്ധി അലയുന്നുണ്ടല്ലോ, അവിടേക്ക് ഇവിടേക്കൊക്കെ അലയുന്നുണ്ടല്ലോ. തോ ക്യാ ബനേങ്കെ, അങ്ങനെ ബുദ്ധിയൊക്കെ അവിടേക്ക് ഇവിടേക്ക് മലഞ്ഞാൽ നിങ്ങൾ പിന്നെ ആരായിട്ടാണ് മാറുക? നമ്മൾ ബുദ്ധിയോഗം ബാബയിൽ വെച്ച് ബാബയുടെ പഠിപ്പ് അത്രയും ഏകാഗ്രമായി പഠിക്കണം. അപ്പോഴാണല്ലോ നമ്മൾ ദേവതയായിട്ട് മാറുന്നത്. അതല്ല നമ്മളെ ബുദ്ധി അലയുകയാണെങ്കിൽ നിങ്ങൾ എന്തായി മാറും എന്ന് ബാബ ചോദിക്കുക. ലൗകിക് ബാപ്പ് ബി കഹത്തെ ഹേ ഇസ് ഹാലത്ത് മേ തോ തും നാ പാസ് ഹോ ജായേങ്കെ. അപ്പൊ ലൗകികത്തിൽ അച്ഛനും എന്താ പറയാ, ഇപ്പൊ കുട്ടികളെ പഠിക്കാതെ അവര് അശ്രദ്ധരായിട്ടൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ലൗകികത്തിൽ അച്ഛനും എന്താ പറയാ, ഈ ഒരു അവസ്ഥയിലാണ് നീ പോകുന്നതെങ്കിൽ എന്തായാലും തോൽക്കും അല്ലെ, അങ്ങനെ പറയൂല്ലോ. അതും ബാബ അത് പറയുന്നത് നമ്മളെ ബുദ്ധിയോഗം അവിടേക്കും ഇവിടേക്കും അലഞ്ഞ് ശ്രദ്ധയില്ലാതെ ബാബ തരുന്ന പഠിപ്പ് പഠിക്കാതിരുന്നാൽ നമ്മൾ എന്തായി മാറും? അത് തന്നെയാണ് ബാബയും ചോദിക്കുന്നത്. കോയി തോ പഠിക്കർ ലാക്ക് കമാത്തേ ഹേ, ചിലരാണെങ്കിലോ പഠിച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു പറയാ ബാബ. കോയി ദേക്കോ തോ ധക്കേ കാത്തേ രഹേങ്കെ, ചിലരാണെങ്കിലോ വളരെയധികം ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയാ ബാബ. ചിലരാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കും, ചിലരിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു പറയാ. തുംകോ ഫോളോ കർണാ ഹേ മദർ ഫാദർക്കോ, നിങ്ങൾ അച്ഛനെയും അമ്മയെയുമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ബാബ പറയാ. और जो ब्रदर्स अच्छी രീതി പഠിത്തേ പഠാത്തേ ഹേ യഹി ദന്ത കർത്തേ ഹേ, അതുപോലെ ബാബ പറയുന്നത് അച്ഛനെയും അമ്മയെയും ഫോളോ ചെയ്യണം. അതോടൊപ്പം ഏതൊക്കെ സഹോദരരാണോ നല്ല രീതിയിൽ പഠിച്ച് മറ്റുള്ളവരെയും പഠിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് അവരെയും നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രദർശനിമേ ബഹുത്തോം കോ പഠാത്തേ ഹേന, അതായത് പ്രദർശനിയിലൊക്കെ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. आगे चल जितना दुख बढ़ता जाएगा उतना मनुष्यों को वैराग्य आएगा फिर पढ़ने लग पड़ेगा. ബാബ പറയുന്നത് മുന്നോട്ട് പോകുന്തോറും ദുഃഖം ഒരുപാട് വരും, ഒരുപാട് ദുഃഖം വർദ്ധിക്കും. അപ്പൊ ബാബ പറയുന്നത് എത്രത്തോളം ദുഃഖം വർദ്ധിക്കുന്നുവോ അത്രയും ബാബ പറയുന്നത് മനുഷ്യർക്ക് വൈരാഗ്യം വരുന്നു പറയാ. എത്രമാത്രം ദുഃഖം വർദ്ധിക്കുന്നുവോ അത്രമാത്രം ഈ ലോകത്തോട് വൈരാഗ്യം വന്നുകൊണ്ടിരിക്കുന്നു പറയാ ബാബ. പിന്നെ ബാബ പറയാണ് അപ്പൊ എന്താണ്, അപ്പൊ ബാബയുടെ പഠിപ്പിലേക്ക് വരും എല്ലാവരും. ദുഃഖമേ ഭഗവാൻ കോ ബഹുത്ത് യാദ് കരേങ്കെ, ദുഃഖത്തില് ഭഗവാനെ വളരെയധികം ഓർമ്മിക്കും അല്ലെ. എല്ലാവരും അങ്ങനെയാണല്ലോ, ദുഃഖം വരുമ്പോ ഭഗവാനെ ഓർമ്മിക്കും. അതാ ബാബ പറയുന്നത് ഈ മൊത്തം വളരെയധികം ദുഃഖമാകുമ്പോൾ വളരെയധികം വൈരാഗ്യം വരും, ഭഗവാനെ ഓർമ്മിക്കും ചെയ്യുന്നു പറയാ ബാബ. ദുഃഖമേ മർണേ സമയ ഹേ രാം ഹായ് ഭഗവാൻ കർത്തേ രഹത്തേ ഹേന, അതായത് ദുഃഖിച്ചു മരിക്കുമ്പോഴാണല്ലോ അല്ലയോ ഭഗവാനെ അല്ലയോ രാമ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത്. എപ്പോഴാണ്? ദുഃഖിച്ച് വളരെയധികം ദുഃഖം വരുമ്പോഴാണല്ലോ അങ്ങനെ വിളിക്കുന്നത്. തുംകോ തോ കുച്ച് ബി കർണാ നഹി, നിങ്ങൾക്കാണെങ്കിലോ അങ്ങനെയൊന്നും ഭഗവാനെ അല്ലയോ ഭഗവാനെ രാമ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. തും തോ ഖുഷി സെ തയ്യാറി കർത്തേ ഹോ, നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഹാം യഹ് പുരാന ശരീർ ചൂട്ടേ തോ ഹം അപ്പനെ ഘർ ജായേ, അതായത് ബാബ പറയുന്നത് ഈ പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ വീടായ ശാന്തിധാമത്തിലേക്ക് പോകും. ഫിർ വഹാം ശരീർ ബി സുന്ദർ മിലേഗ, പിന്നീട് നിങ്ങൾക്ക് അവിടെ സുന്ദരമായിട്ടുള്ള വളരെ ആരോഗ്യമുള്ള ശരീരം ലഭിക്കും അല്ലെ സത്യയുഗത്തില്. പുരുഷാർത്ഥക്കാർ പഠാനെ വാലെ സേ ബി ഊഞ്ച് ജാനാ ചാഹിയെ, ബാബ പറയുന്നത് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് മറ്റുള്ളവരെയും പഠിപ്പിക്കുക, അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നവർ എന്തായാലും ഉയരത്തിലേക്ക് തന്നെ പോകും. ऐसे भी है പഠാനെ വാലെ സെ പഠനെ വാലെ की അവസ്ഥ ബഹുത്ത് അച്ചി രഹി ഹെ, ബാബ പറയുന്നത് ഇങ്ങനെയുമുണ്ട്, അതായത് പഠിപ്പിക്കുന്നവരെക്കാളും പഠിക്കുന്നവരുടെ അവസ്ഥ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അങ്ങനെയും ഉണ്ടെന്ന് പറയാ ബാബ. ബാപ്പ് തോ
ഹർ ഏക് കോ ജാൻതേ ഹേ നാ, ബാബയ്ക്ക് എല്ലാവരെയും അറിയാമല്ലോ. തും ബच्चे भी जान सकते हो, अपने अंदर को देखना चाहिए, हमारे में कौन सी कमी है. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ഇത് ചെക്ക് ചെയ്യണം. അതായത് സ്വയം നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. എന്നിൽ ഏതൊക്കെ കുറവുകളാണ് ഉള്ളത്, അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. മായാക്കെ വിഘ്നോം സേ പാർ ജാനാ ഹേ, ഉസ്മേ ഫസ്ന നഹി ഹേ. അപ്പൊ ബാബ പറയുന്നത്, മായയുടെ വിഘ്നങ്ങളെ നിങ്ങൾ മറികടക്കണം, ഒരിക്കലും അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് ബാബ പറയാം. ജോ കഹത്തെ ഹേ മായാ തോ ബഡി ജബർദസ്ത് ഹേ, ഹം കൈസേ ചൽ സക്കേംഗെ, അഗർ ഏസാ സോച്ചാ തോ മായ ഏക്ദം കച്ചാ കാലേഗി. ബാബ പറയാണ്, ചിലര് പറയും, അതായത് ഈ മായ വളരെയധികം ശക്തിശാലിയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ആ മായയെ വിജയിക്കുക, അങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ വരും. ബാബ പറയുന്നത്, അങ്ങനെ നിങ്ങൾക്കൊരു ചിന്ത വരികയാണെങ്കിൽ മായ നിങ്ങളെ തീർച്ചയായും പച്ചയ്ക്ക് വിഴുങ്ങുമെന്ന് പറയാ ബാബ. ഗജക്കോ ഗ്രാഹനെ ഖായ, അതായത് ഗജഗ്രാഹകൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. യഹ് അബി കി ബാത്ത് ഹേന, അതായത് ഇത് ഇപ്പോഴത്തെ കാര്യമാണെന്ന് പറയാം. അതായത് മഹാരഥികളെ പോലും മായ വിഴുങ്ങുന്ന ആ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിപ്പോഴത്തെ കാര്യമാണെന്ന് പറയാം. അത്രയും നല്ല കുട്ടികളായിരിക്കും അവർ, മായയ്ക്ക് കുടുങ്ങി അതിൽ നിന്നും അതായത് ബാബയെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ. अच्छे अच्छे बच्चों को भी मायारूपी ग्राह एकदम ഹപ്പ് കർ ലേത്താ ഹെ. ബാബ പറയുന്നത്, നല്ല നല്ല കുട്ടികളെ പോലും മായാരൂപിയാകുന്ന ഗജഗ്രാഹകൻ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയുന്നു പറയാ ബാബ. അപ്പനേക്കോ ചുടാ നെഹി സക്തേ ഹെ, അതായത് അവർക്ക് സ്വയത്തെ മുക്തമാക്കാൻ, അതിൽ നിന്നും വിടിവിക്കാനേ സാധിക്കില്ല, അവർ അതിൽ കുടുങ്ങിപ്പോകുന്നു പറയാ ബാബ. ഖുദ് ബി സമജ്തേ ഹെ ഹം മായാക്കെ തപ്പട് സേ ചൂട്ട്നാ ചാഹത്തെ ഹെ. അപ്പൊ ബാബ പറയുന്നത്, സ്വയം അവർ മനസ്സിലാക്കുന്നുണ്ട്, ഈ മായയുടെ ഈ ഒരു ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടണം, അതായത് മുക്തമാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പരന്തു മായ ചൂട്ട്നെ നെഹി ദേത്തി ഹെ, പക്ഷെ മായ വിടുവിക്കേയില്ല എന്ന് പറയാം. അത്രമാത്രം ശക്തിശാലിയായിട്ട് മായ വരുന്നു പറയാ ബാബ. കഹത്തെ ഹെ ബാബ മായാക്കോ ബോലോ ഏസെ പക്കടേ നെഹി. ബാബ പറയണം, എന്നിട്ട് കുട്ടികൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് മായയിൽ പെട്ടിരിക്കുകയാണ്, ഇതിൽ നിന്നും രക്ഷ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അതിൽ നിന്നും മുക്തമാകാൻ സാധിക്കുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുക, ബാബയോട് പറയും, ബാബ ഞങ്ങളെ ഈ മായയോട് പറയോ, ഞങ്ങളെ ഇങ്ങനെ പിടികൂടരുത്, അങ്ങനെയൊക്കെ പറയും. കുട്ടികൾ പല രീതിയിൽ ബാബയുടെ അടുത്ത് പറയാണ്, ഞങ്ങളെങ്ങനെ പിടിക്കാതിരിക്കോ, ഞങ്ങളതിൽ നിന്ന് വിടിവിക്കോ, അതൊക്കെ ബാബയോട് പറയും കുട്ടികൾ. അരേ യഹുത്തോ ബുദ്ധി യുദ്ധ ക മൈദാൻ ഹേന. ബാബ പറയുന്നത്, ഇത് യുദ്ധത്തിന്റെ മൈതാനമല്ലേ. മൈദാൻ മേം ഏസെ തോടെ ഹി കഹേങ്കെ, ഇൻകോ കഹോ ഹംകോ അങ്കുലി നാ ലഗാവോ, മോജ് മേം കഹേങ്കെ ക്യാ ഹംകോ ബോൾ നഹി ദേന. അതായത് ബാബ പറയുന്നത്, ഇത് മൈതാനമാണ്. ഈ യുദ്ധമൈതാനത്ത് ആരെങ്കിലും പറയോ, അതായത് യുദ്ധം ചെയ്യാതിരിക്കൂ എന്ന് യുദ്ധമൈതാനത്തിൽ പറയില്ലല്ലോ. അതുപോലെ തന്നെ ആരെങ്കിലും പറയോ, ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ പറയോ, ഞങ്ങൾക്ക് ബോൾ വേണ്ട, അങ്ങനെയൊന്നും പറയില്ലല്ലോ. കളിക്കാൻ ഇറങ്ങിയാൽ കളിക്കുക, അതാണ് ബാബ പറയുന്നത്. മോജുമേ കഹേങ്കെ ക്യാ ഹംകോ ബോൾ നഹി ദേന, ഞങ്ങൾക്ക് ബോൾ തരണ്ട എന്ന് പറയോ. ജട്ട് കഹ് ദേങ്കെ യുദ്ധ കെ മൈദാൻ മേം ആയേ ഹോ തോ ലഡോ തോ മായ ഖൂബ് പച്ചാടേക. ബാബ പറയുന്നത് എന്താണ്, നിങ്ങൾ യുദ്ധമൈതാനത്ത് ഇറങ്ങിയെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യൂ, അതാണ് ബാബ പറയുന്നത്. നിങ്ങൾ ജയിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മായയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യാൻ തന്നെ പറയുന്നത്, അപ്പോഴേ നമ്മൾ രക്ഷ പ്രാപിക്കും. അതായത് നമ്മളുടെ ഉള്ളിലുള്ള അസുരീയ അവഗുണങ്ങൾ തന്നെയാണ്, നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ തന്നെയാണ് മായയായിട്ട് വരിക. അപ്പോൾ നമ്മൾ ജയിക്കണം അതിന് മുകളിൽ. അല്ലാതെ യുദ്ധം വേണ്ട, ഞങ്ങൾക്ക് സാധിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കല്ല വേണ്ടത്. ബാബ പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ മായയുടെ മേൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. മായ തോറ്റു പിന്മാറും. തും ബഹുത് ഊഞ്ച് പദ് പാ സക്തേ ഹോ, നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഉയർന്ന പദവി നേടാൻ സാധിക്കുന്ന ബാബ പറയാ. ഭഗവാൻ പഠാത്തേ ഹേ കം ബാത്ത് ഹേ ക്യാ, ഇത് ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, ഇത് ചെറിയ കാര്യമാണോ? അഭി തുമാരി ചട്ടി കല ഹോത്തി ഹേ നമ്പർവാർ പുരുഷാർത്ഥ് അനുസാർ.
ബാബ പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഉയരുന്ന കലയാണ്, അതും നമ്പർ വാർ പുരുഷാർത്ഥാനുസാരാണ്. അതായത് നമ്പർ വൈസ് ആണ്. എല്ലാവരും ഒരുപോലെ ഒരേ രീതിയിൽ ഉയരില്ല. ആരാണോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഉയർന്നതിലേക്ക് പോകുക. അപ്പം എത്രമാത്രമാണ് നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ആ ഒരു ശക്തി, അതിനനുസരിച്ചാണ് നമ്മൾ ഉയരാന്ന് പറയാ ബാബ. ഹർ ഏക് ബच्चे को शौक रहना है कि हम ഭവിഷ്യ ജീവൻ ഹീരെ ജൈസ ബനായേ. അതായത് ബാബ പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഈ ഒരു ലഹരി ഉണ്ടായിരിക്കണം. അതായത് ഞങ്ങളുടെ ഭാവിയിലെ ജീവിതം എങ്ങനെയായിരിക്കും? വജ്ര സമാനമായിട്ടിരിക്കും. ആ ഒരു ലഹരിയിലിരിക്കാൻ പറയാണ് ബാബ. വിഘ്നോം കോ മിട്ടാനേ ജാനാ ഹേ, എല്ലാ വിഘ്നങ്ങളെയും നിങ്ങൾ മാറ്റണം. കൈസേ ബി കർക്കെ ബാപ്പ് സേ വർഷ സരൂർ ലേനാ ഹേ, നിങ്ങൾ എങ്ങനെയായാലും ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കുക തന്നെ വേണമെന്ന് പറയാ ബാബ. നഹി തോ ഹം കൽപ്പാന്തർ ഫെയിൽ ഹോ ജായെങ്കെ, ബാബ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കൽപ്പം നമ്മൾ തോറ്റുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ തോറ്റുപോയാൽ കൽപ്പം നമുക്ക് തോൽവി തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുന്നുവോ അത്രയും പരിശ്രമിച്ച് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കുക തന്നെ വേണമെന്ന് പറയാ ബാബ. സമझो कोई साहूकार का बच्चा है, बाप उनको पढ़ाई में अटक डालते हैं तो कहेंगे हम यह लाख भी क्या करेंगे, हमको तो बेहद के बाप से विश्व की बादशाही लेनी है. ഇപ്പൊ ചില ധനവാന്റെ മക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഈ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ലൗകികത്തിൽ അച്ഛൻ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അവർ വിഘ്നമിടും. അപ്പൊ ബാബ പറയാണ്, അപ്പൊ കുട്ടികൾ ചോദിക്കണം, അതായത് ഞങ്ങൾ ഈ ലക്ഷങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്? പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും വിശ്വത്തിന്റെ ചക്രവർത്തി പദവി എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു പഠിച്ച് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ ഈ ലക്ഷങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കണമെന്ന് പറയാ ബാബ. യഹ് ലാഖ് കരോടത്തോ സബ് ഭസ്മീഭൂത് ഹോ ജാനെ വാലെ ഹേ, ഈ ലക്ഷങ്ങളും കോടികളും എല്ലാം ഭസ്മമായി പോകാനുള്ളതാണ്. കിൻകി ഡബി രഹേഗി ഡൂൽമേം കിൻകി ജലായെ ആഗ് സാരെ സൃഷ്ടി രൂപി ബംബോർക്കോ ആഗ് ലഗ്നി ഹേ. അപ്പൊ ബാബ പറയുന്നത് ചിലരുടെ പൈസയാണെങ്കിലോ മണ്ണിൽ പോകും, ചിലരുടേതാണെങ്കിൽ അഗ്നിക്കിരയാകും. അതായത് എല്ലാം നശിക്കാൻ പോവുകയാണ്. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? യഹ് സാരി രാവൺ കി ലങ്ക ഹേ, ഇത് ഈ മുഴുവൻ ലോകവും രാവണന്റെ ലങ്കയാണെന്ന് പറയാ ബാബ. തും സബ് സീതായേം ഹോ, നിങ്ങളെല്ലാവരും സീതമാരാണ്. രാം ആയാ ഹുവാ ഹേ, രാമൻ വന്നിരിക്കുകയാണ്. സാരി ധർത്തി ഏക് ടാപ്പു ഹേ, ഇസ് സമയ ഹേ ഹി രാവൺ രാജ്യ. ബാബ പറയാണ്, ഈ മുഴുവൻ ഭൂമിയും ഒരു ദ്വീപാണെന്ന് പറയാം. ആ ഒരു ദ്വീപിനെ തന്നെയാണ് മൊത്തമായിട്ട് എന്ത് പറയുന്നത്? ലങ്ക എന്ന് പറയുന്നത്. അപ്പൊ ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് രാവണ രാജ്യമാണ്. ബാപ്പ് ആക്കർ രാവൺ രാജ്യക്കോ കലാസ് കരായേ തുംകോ രാമരാജ്യ കാ മാലിക് ബനാത്തെ ഹേ. ബാബ വന്നിട്ടാണ് ഈ രാവണ രാജ്യത്തെ ഇല്ലാതാക്കി രാമരാജ്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, നിങ്ങളെ രാമരാജ്യത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. തുംകോ തോ അന്തർ മേം അദാഹ ഖുഷി ഹോനി ചാഹിയേ, ഗായാ ഹുവാ ഹേ അതീന്ദ്രിയ സുഖ പൂച്ഛനാ ഹോ തോ ബച്ചോം സേ പൂച്ചോ. ഇത് ബാബ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളില് അത്യധികം സന്തോഷമുണ്ടായിരിക്കണം എന്ന് പറയാ. ഇതും പാടപ്പെട്ടിട്ടുണ്ട്. അതായത് അതീന്ദ്രിയ സുഖം ചോദിക്കണമെങ്കിൽ കുട്ടികളോട് ചോദിക്കൂ. ശരിക്കും നമ്മൾ എന്താ പറയാ? അതീന്ദ്രിയ സുഖം ചോദിക്കണമെങ്കിൽ ഗോപികമാരോട് ചോദിക്കൂ. ആ ആരാണ്? ഇവിടെ ബാബയുടെ കുട്ടികളാണ്. അപ്പൊ അതീന്ദ്രിയ സുഖം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികളോട് ചോദിക്കൂ. ബാബയുടെ കുട്ടികളോട് ചോദിക്കൂ. തും പ്രദർശനി മേം അപ്പന സുഖ് ബത്താത്തെ ഹോന ഹം ഭാരത് കോ സ്വർഗ് ബനാ രഹേ ഹേ. നിങ്ങൾ പ്രദർശനിയിലും നിങ്ങൾക്ക് നേടിയ സുഖമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലെ? ബാബയുടെ കുട്ടികളായതിനു ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ സുഖം എല്ലാം നമ്മൾ പ്രദർശനിയിൽ പറയുന്നുണ്ടല്ലോ. ബാബ പറയുന്നത് നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യവും നമ്മൾ പ്രദർശനിയിൽ പറയാറുണ്ട്. ശ്രീമത്ത് പർ ഭാരത് കി സേവ കർ രഹേ ഹോ.
നമ്മൾ ശ്രീമതം അനുസരിച്ചിട്ടാണ് ഭാരതത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിത്തന ജിത്തന ശ്രീമത് പർ ചലേങ്കെ ഉത്തന തും ശ്രേഷ്ഠ ബനേങ്കെ. ബാബ പറയുന്നത് എത്രമാത്രം നിങ്ങൾ ശ്രീമതത്തിലൂടെ നടക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ ശ്രേഷ്ഠരായി മാറിക്കൊണ്ടിരിക്കും. തുംകോ മദ് ദേന വാലെ ഡേർ നിക്കലേങ്കെ ഇസ്ലിയെ വഹ് ബി പരക്കനാ ഹെ സംഭാലനാ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായമെല്ലാം തരാൻ ഒരുപാട് പേര് വരും അല്ലേ. അപ്പം നിങ്ങൾ അതിൽ വളരെയധികം നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശക്തി വേണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് വഴിയാണ് ശരി, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി വേണമെന്ന് ബാബ പറയാം. അതുപോലെ നമ്മൾ സ്വയത്തെ സംരക്ഷിക്കും വേണം. കഹാം കഹാം മായ ബി ഗുപ്ത പ്രവേശ് ഹോ ജാതി ഹെ. കാരണം വളരെ ഗുപ്തമായിട്ടാണ് മായ പ്രവേശിക്കുക. അപ്പം അത് നമ്മൾ എന്താണ് ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയാ ബാബ. തും വിശ്വക്കെ മാലിക് ബൻതേ ഹോ അന്തർ മേ ബഹുത് ഖുഷി രഹനി ചാഹിയേ. നിങ്ങൾ കുട്ടികൾ വിശ്വത്തിൻ്റെ അധികാരിയായിട്ടാണ് മാറുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അത്രയും സന്തോഷമുണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. തും കഹത്തെ ഹോ ബാബ ഹം ആപ്സെ സ്വർഗ കാ വർഷ ലേനെ ആയേ ഹേ. അപ്പം ഇത് നിങ്ങൾ കുട്ടികൾ എന്താ പറയാ, ബാബ ഞങ്ങൾ അങ്ങയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സത്യനാരായൺ കി കഥ സുൻകർ ഹം നർസെ നാരായൺ നാരീസെ ലക്ഷ്മി ബനേങ്കെ. അതായത് കുട്ടികൾ പറയും ഞങ്ങൾ ഈ സത്യനാരായണൻ്റെ കഥ കേട്ടിട്ട് ഞങ്ങൾ നരനിൽ നിന്നും നാരായണനും അതുപോലെ നാരിയിൽ നിന്നും ശ്രീലക്ഷ്മിയുമായിട്ട് മാറുക തന്നെ ചെയ്യും എന്ന് നമ്മൾ ബാബയുടെ അടുത്ത് പറയുന്നു പറയാം ബാബ. തും സബ് ഹാത്ത് ഉഡാത്തെ ഹോ ബാബ ഹം ആപ്സെ പൂരാ വർഷ ലേക്കർ ഹി ചോടേങ്കെ നഹി തോ ഹം കൽപ്പ് കൽപ്പ് ഗവാ ദേങ്കെ. ഇത് ബാബ പറയാണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും കൈ ഉയർത്തുന്നുണ്ട്. അതായത് ബാബ ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങയിൽ നിന്ന് മുഴുവൻ സമ്പത്ത് എടുക്കുക തന്നെ ചെയ്യും. അഥവാ ഞങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ, ഞങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൽപ്പം അത് നഷ്ടപ്പെടുത്തുകയല്ലേ. അപ്പം അതുകൊണ്ട് കുട്ടികൾ ബാബയുടെ അടുത്ത് പറയും ഞങ്ങൾ തീർച്ചയായിട്ടും ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്ത് എടുക്കുക തന്നെ ചെയ്യും. കോയി ബി വിഘ്ന കോ ഹം ഉടാ ദേങ്കെ ഇത്തിനി ബഹാദൂരി ചാഹിയെ. ബാബ പറയുന്നത് എന്ത് വിഘ്നം വന്നാലും ഞങ്ങൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. അത്രയ്ക്കും ധൈര്യം വേണമെന്ന് ബാബ പറയാം. തുമ്നെ ഇത്തിനി ബഹാദൂരി കി ഹേന. നിങ്ങൾ അത്രയും ധൈര്യം കാണിച്ചിട്ടുണ്ട് അല്ലേ, കൽപ്പകൽപ്പം കാണിച്ചിട്ടുണ്ട്. അതാണ് ബാബ പറയുന്നത്. ജിസ്സെ വർഷ മിൽത്താ ഹേ ഉൻകോ തോടെ ഹി ചോടേങ്കെ. അപ്പം ബാബ പറയുന്നത് ആരിൽ നിന്നാണോ സമ്പത്ത് കിട്ടുന്നത് അവരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ. അപ്പം നമുക്കിവിടെ ആരിൽ നിന്നാണ് സമ്പത്ത് കിട്ടുന്നത്? ബാബയിൽ നിന്നാണ് സമ്പത്ത് കിട്ടുന്നത്. പിന്നെ നമ്മൾ ബാബയെ ഉപേക്ഷിക്കോ? കോയി തോ അച്ചി രീതി ടഹർ ഗയേ കോയി ഫിർ ബാഗന്തി ഹോ ഗയേ. ബാബ പറയുന്നത് ചിലരാണെങ്കിലും നല്ല രീതിയിൽ ഇവിടെ നിൽക്കും, ചിലരാണെങ്കിലോ ഇത് ഉപേക്ഷിച്ചിട്ട് പോകുന്നവരുമുണ്ട്. അച്ചേ അച്ചേക്കോ മായ കാഗയെ. അതായത് നല്ല നല്ല കുട്ടികളെ മായ വിഴുങ്ങിക്കളയുന്നുണ്ട്. അജ്ഗറിനെ കാക്കർ സാര ഹപ്പ് കർലിയ. അതായത് പെരുമ്പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇത് നല്ല നല്ല കുട്ടികളെ പോലും മായ പിടിച്ച് വിഴുങ്ങുന്നുണ്ടെന്ന് പറയാ ബാബ. अब बाप कहते हैं हे ആത്മായെ ബഹുത് പ്യാർ സെ സംജാത്തെ ഹേ. അപ്പം ബാബയാണെങ്കിലോ വളരെ സ്നേഹത്തോടെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. മേ പതീത് ദുനിയാക്കോ ആക്കർ പാവൻ ദുനിയ ബനാത്താഹും. ഞാൻ ഈ പതീത ലോകത്തിൽ വന്നിട്ട് ഈ പതീത ലോകത്തെ പാവനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അബ് പതീത് ദുനിയാക്ക മൗത്ത് സാമ്നെ കടാഹേ. അപ്പം ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, അതായത് ഈ പതീതമായ ലോകം, മോശമായ ഈ ലോകത്തിൻ്റെ നാശം മുന്നിൽ നിൽക്കുകയാണ്. അബ് മേ തുംകോ രാജാവോം കാ രാജ ബനാത്താഹും. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളെ രാജാക്കന്മാരുടെയും രാജാവാക്കിയിട്ടാണ് മാറ്റുന്നത്. പതീത രാജാവോം കാ ബി രാജ. അതായത് പതീത രാജാക്കന്മാരുടെയും രാജാവാക്കിയിട്ടാണ് നമ്മളെ മാറ്റുന്നത്. सिंगल ताज वाले राजा डबल ताज वाले राजाओं को मादा क्यों झुकाते हैं? आधा कल्प बाद जब इनों की वह पवित्रता उठ जाती है तो रावण राज्य में सब विगारी और पूजारी बन जाते हैं. ബാബ പറയുന്നത് സിംഗിൾ കിരീടധാരി രാജാക്കന്മാര് ഡബിൾ കിരീടധാരി രാജാക്കന്മാരുടെ മുന്നിൽ എന്തുകൊണ്ടാണ് തലകുനിക്കുന്നത്?
സിംഗിൾ കിരീടധാരി എന്ന് പറയുമ്പോൾ അവർക്ക് രത്നജഡിതമായ കിരീടം മാത്രമേ ഉണ്ടാകുള്ളൂ, പവിത്രതയുടെ കിരീടം ഉണ്ടായിരിക്കില്ല. ഡബിൾ കിരീടധാരി രാജാക്കന്മാർക്ക് പവിത്രതയുടെ കിരീടം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ആ പവിത്രതയ്ക്ക് മുന്നിലാണ് ശരിക്കും തലകുനിക്കുന്നത്. അതാ ബാബ പറയുന്നത് സിംഗിൾ കിരീടധാരി രാജാക്കന്മാര് ഡബിൾ കിരീടധാരി രാജാക്കന്മാരുടെ മുന്നിൽ തല കുനിക്കുന്നത് പവിത്രത കാരണത്താലാണെന്ന് പറയാ ബാബ. ഈ പകുതി കൽപ്പത്തിനു ശേഷം എപ്പോഴാണോ അവരുടെ ആ പവിത്രത നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് ഈ രാവണ രാജ്യത്തിലേക്ക് അവർ വന്നിട്ട് എല്ലാവരും വികാരികളും പൂജാരികളുമായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവർ ഡബിൾ കിരീടധാരി രാജാക്കന്മാരുടെ മുന്നിൽ തലകുനിക്കുന്നത്. കാരണം പവിത്രത നഷ്ടപ്പെട്ടു. ബാബ പറയുന്നത് തോ അബ് ബാപ്പ് ബച്ചോം കോ സമജാത്തെ ഹേ കോയി ഗഫലത്ത് നഹി കരോ. ഇപ്പൊ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അതായത് നിങ്ങൾ ഒരു തെറ്റും ചെയ്യരുത്. ബാബ പറയാണ് ഭൂൽ നാ ജാവോ, നിങ്ങൾ മറക്കരുതെന്ന് പറയാം ബാബയെ. അച്ചി രീതി പഠോ, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കൂ. रोज क्लास अटेंड नहीं कर सकते हो तो भी ബാബ സബ് പ്രബന്ധ ദേ സക്തേ ഹേ. ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്നും ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള വഴികളും ബാബ ഉണ്ടാക്കുന്നുണ്ട്. അതായത് സാത് റോസ് കാ കോഴ്സ് ലോ ജോ മുരളി കോ സഹജ് സമജ് സക്കോ. അതായത് 7 ദിവസത്തെ കോഴ്സ് നിങ്ങൾ എടുക്കൂ. അപ്പം നിങ്ങൾക്ക് മുരളി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ബാബ പറയാം. കോഴ്സ് എടുക്കാതെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് മുരളി കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് 7 ദിവസത്തെ കോഴ്സ് നിങ്ങൾ എടുക്കും. പിന്നീട് നിങ്ങൾക്ക് മുരളി കേൾക്കാൻ സാധിക്കും. മുരളി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഹാംബി ജാവോ സിർഫ് 2 അക്ഷർ യാദ് കരോ. നിങ്ങൾ ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. നിങ്ങൾക്ക് അവിടേക്ക് ഇരുന്ന് നിങ്ങൾക്ക് മുരളി കേട്ടാലും മനസ്സിലാകും. അതുമാത്രമല്ല ഈ കോഴ്സിലൂടെ ബാബ തരുന്ന ആ മഹാമന്ത്രമുണ്ട്, അത് നിങ്ങൾ ഓർമ്മിക്കൂ എന്ന് ബാബ പറയാ. അപ്പനേക്കോ ആത്മാ സമജ് ബാപ്പുക്കോ യാദ് കരോ. ഇതാണ് മഹാമന്ത്രം. അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അത് തന്നെയാണ് ബാബ തരുന്ന മഹാമന്ത്രം. അതിലൂടെ തന്നെയാണ് നമ്മൾ ദേവതമാരായിട്ട് മാറുന്നത്. अपने को आत्मा समझ बाप को याद करो. कोई भी विकर्म व पाप कर्म देह अभिमान में आने से ही होता है. ബാബ പറയുന്നത് അതായത് ദേഹ അഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് നമ്മളിൽ നിന്നും വികർമ്മവും പാപകർമ്മവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ആത്മ അഭിമാനികളായിട്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ആത്മാവാണ്, പരമാത്മാവിന്റെ കുട്ടിയാണ്, ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മളിൽ നിന്ന് വികർമ്മവോ പാപകർമ്മവോ ഒന്നും ഉണ്ടാകില്ല. അപ്പൊ ദേഹാഭിമാനത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വികർമ്മ സേ ബച്ചനെ കെ ലിയേ ബുദ്ധി കി പ്രീതി ഏക് ബാപ് സേ ഹി ലഗാനി ഹേ. അപ്പൊ ബാബ പറയാണ് വികർമ്മത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ബുദ്ധിയുടെ പ്രീതി നമ്മൾ ഒരേ ഒരു ബാബയിൽ വെക്കണമെന്ന് പറയാ ബാബ. കോയി ദേഹദാരി സെ നഹി, ഒരു ദേഹദാരിയുടെയും മീതയല്ല നമുക്ക് പ്രീതി വേണ്ടത്. ഏക് സെ ബുദ്ധി കാ യോഗ ലഗാനാ ഹേ. ബാബ പറയുന്നത് ഒന്നിനോട് മാത്രം ബുദ്ധി വെക്കണം. അതായത് ഒരേ ഒരു ബാബയോട് മാത്രം, ഒരേ ഒരു ഭഗവാനോട് മാത്രം നമ്മൾ ബുദ്ധിയോഗം വെക്കണം. അന്തത്തക്ക യാദ് കർണാ ഹേ തോ ഫിർ കോയി വികർമ്മ നഹി ഹോഗ. ബാബ പറയുന്നത് അവസാനം വരെ നിങ്ങൾക്ക് ഈ ഓർമ്മ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു വികർമ്മവും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. യഹ്തോ സടി ഹുയി ദേഹ് ഹേ. ഇത് ജീർണിച്ച ശരീരമാണെന്ന് പറയാം. ഇൻക അഭിമാൻ ചോടുതോ. നിങ്ങൾ ഈ ഒരു ദേഹാഭിമാനത്തെ നിങ്ങൾ ഉപേക്ഷിക്കൂ. കാരണം ഇത് വളരെ മോശപ്പെട്ട, വളരെ പതീതമായ ജീർണിച്ച ശരീരമാണ്. പിന്നെ എന്തിനാണ് ഇതിനോട് നിങ്ങൾ മോഹം വെക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ദേഹാഭിമാനത്തിലേക്ക് നിങ്ങൾക്ക് എന്തിനാണ് വരുന്നതെന്ന് പറയാം ബാബ. ഇതിനോടുള്ള ആ ദേഹാഭിമാനം നിങ്ങൾ ഉപേക്ഷിക്കൂ. നാടക പൂരാ ഹോത്താ ഹേ അഭി ഹമാര 84 ജന്മ പൂരേ ഹുയേ. ബാബ പറയുന്നത് ഇപ്പോൾ നാടകം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 84 ജന്മം എടുത്തു കഴിഞ്ഞു. യഹ് പുരാനി ആത്മാ പുരാന ശരീർ ഹേ. ഇത് പഴയ ആത്മാവുമാണ്, പഴയ ശരീരവുമാണ്. അതായത് ബാബ പറയുന്നത് അതാണ്, ഇപ്പോൾ നമ്മൾ ഈ ദേഹാഭിമാനം അല്ലെങ്കിൽ നമ്മളിലുള്ള അവഗുണങ്ങളെയൊക്കെ ഇല്ലാതാക്കേണ്ട സമയമാണെന്ന് പറയാ ബാബ. अब तमो प्रधान से सदो प्रधान बनना है फिर शरीर भी सदो प्रधान मिल जाएगा. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികള്
തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായിട്ട് മാറണം. പിന്നീട് നിങ്ങൾക്ക് ശരീരവും എങ്ങനെയുള്ളത് ലഭിക്കും? സതോ പ്രധാനമായ ശരീരം ലഭിക്കും എന്ന് ബാബ പറയാ. ആത്മാക്കോ സതോ പ്രധാൻ ബനാനാ ഹേ യഹി താത്ത് ലഗി രഹേ. ബാബ പറയുന്നത് ആത്മാവിനെ നിങ്ങൾക്ക് സതോ പ്രധാനമാക്കി മാറ്റണം. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ. ബാപ്പ് സിർഫ് കഹത്തെ ഹേ മാമേകം യാദ് കരോ. ബാബ കേവലം എന്താ പറയുന്നത്? എന്നെ മാത്രം ഓർമ്മിക്കൂ. അതാണ് ബാബ പറയുന്നത്. ബസ് യഹി ഓന രഖോ. ഈ ഒരു ചിന്ത നിങ്ങൾ വെക്കൂ. തുമ്പി കഹത്തെ ഹോന ബാബ ഹം പാസ് ഹോക്കർ ദിക്കായെങ്കെ. കുട്ടികളും പറയുന്നുണ്ട്, അതായത് ബാബ ഞങ്ങൾ എന്തായാലും വിജയിച്ച് കാണിക്കുക തന്നെ ചെയ്യും. ക്ലാസ് മേം ജാൻതേ ഹേ സബ്കോ സ്കോളർഷിപ്പ് തോ നഹി മിലേഗി. അതായത് ക്ലാസ്സിലും ഇത് അറിയാൻ സാധിക്കും, എല്ലാവർക്കും എന്തായാലും സ്കോളർഷിപ്പ് ഒന്നും ലഭിക്കില്ല. ഫിർ ബി പുരുഷാർത്ഥ തോ ബഹുത്ത് കർത്തേ ഹേ. പക്ഷേ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും പരിശ്രമിക്കും, പക്ഷെ സ്കോളർഷിപ്പ് എല്ലാവർക്കൊന്നും കിട്ടുന്നില്ല. ബാബ പറയാം, തും ബി സമജ്തേ ഹോ ഹംകോ നർസെ നാരായൺ ബന്നേ കാ പൂരാ പുരുഷാർത്ഥ കർനാ ഹേ. അപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നമ്മൾക്ക് നരനിൽ നിന്നും നാരായണനായിട്ട് മാറുന്നതിന് പൂർണ്ണമായിട്ടും പരിശ്രമിക്കുക തന്നെ വേണം. അത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. കം ക്യൂം കരേ. എന്തിനാണ് നമ്മൾ കുറച്ച് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നരനിൽ നിന്നും നാരായണനായിട്ട് മാറാനുള്ള പുരുഷാർത്ഥം തന്നെ ചെയ്യുക. ഏറ്റവും ഉയർന്ന പുരുഷാർത്ഥം തന്നെ ചെയ്യണം എന്ന് പറയാ ബാബ. കോയി ബി ബാത്ത് കി പർവാഹ് നഹി. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്ത വേണ്ട. വാരിയേഴ്സ് കബി പർവാഹ് നഹി കർത്തേ ഹേ. യോദ്ധാക്കളൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചൊന്നും ഇരിക്കില്ല എന്ന് പറയാ ബാബ. കോയി കർത്തേ ഹേ ബാബ ബഹുത്ത് തൂഫാൻ സ്വപ്ന ആദി ആത്തേ ഹേ. ചിലർ പറയും, ബാബ ഞങ്ങൾക്ക് വളരെയധികം കൊടുങ്കാറ്റുകളും സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട്. യഹ്തോ സബ് ഹോഗ. ബാബ പറയുന്നത് ഇതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും. തും ഏക് ബാപ്പ് കോ യാദ് കർത്തേ രഹോ. ബാബ പറയുന്നത് നിങ്ങൾ ഒരേ ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. കൊടുങ്കാറ്റും പ്രശ്നങ്ങളും എല്ലാം വരും, പക്ഷെ നിങ്ങൾ ഒരേ ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ഇൻ ദുഷ്മൻ പർ ജീത്ത് പാനി ഹേ. നിങ്ങൾ ഈ ഒരു ശത്രുവിന് മേലെ വിജയം നേടണം. കോയി സമയ ഏസെ ഏസെ സ്വപ്ന ആയെങ്കെ നാ മൻ നാ ചിന്ത് ഏസെ ഏസെ ഗുഡ്കെ ആയെങ്കെ. ബാബ പറയുന്നത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും വരും. അതായത് ഒരിക്കലും മനസ്സിലോ ചിന്തയിലോ ഇല്ലാതിരുന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വരെ വരുന്നു പറയാ ബാബ. യഹ് സബ് മായാ ഹേ. ഇതെല്ലാം മായയാണെന്ന് ബാബ പറയാ. ഹം മായാക്കോ ജീത്തേ ഹേ. നമ്മൾ മായയുടെ മേലാണ് വിജയിക്കുന്നത്. ആദാ കൽപ്പ് കേലിയെ ദുഷ്മൻ സെ രാജ് ലേത്തേ ഹേ ഹംകോ കോയി പർവാഹ് നഹി. ബാബ പറയാണ്, അരക്കൽപ്പത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശത്രുവിൽ നിന്നും രാജ്യം എടുക്കുകയാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയാ ബാബ. ബഹാദൂർ കബി ചൂച്ചു നെഹി കർത്തെ. അതായത് ധൈര്യശാലികളായ കുട്ടികൾ അങ്ങനെ അത് ഇതൊന്നും പറഞ്ഞിരിക്കില്ല. അവരെന്താ ചെയ്യുക? അവർ ജയിക്കുക തന്നെ ചെയ്യും. ലഡായിമേ ഖുഷീസെ ജാത്തേ ഹേ. അവർ യുദ്ധത്തിന് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു പറയാ ബാബ. തും തോ യഹാം ബഡേ ആരാം സെ ബാപ്പ് സെ വർഷ ലേത്തേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ ഇവിടെ വളരെ അതായത് എന്താണ്, വളരെ ചിന്തയൊന്നുമില്ല അല്ലേ, അത്രയും ലൈറ്റായിട്ടിരുന്നിട്ടാണ് നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നത്. യഹ് ചീച്ചി ശരീർ ചോടനാ ഹേ. നമുക്ക് ഈ മോശമായ ഈ ശരീരം നമുക്ക് ഉപേക്ഷിക്കുക തന്നെ വേണം. അബ് ജാത്തേ ഹേ സ്വീറ്റ് സൈലൻസ് ഹോം. ഇപ്പൊ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? നമ്മുടെ വീടായ സ്വീറ്റ് സൈലൻസ് ഹോം, അതായത് ശാന്തിധാമത്തിലേക്ക് ആണ് നമുക്ക് പോകേണ്ടത്. ബാപ്പ് കഹത്തെ ഹേ മേ ആയാ ഹോം തുംകോ ലേ ചൽനെ. ബാബ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ കൊണ്ടുപോകാനാണ്. മുജെ യാദ് കരോ തോ പാവൻ ബനേങ്കെ. നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായിട്ട് മാറും. ഇംപ്യോർ ആത്മാ ജാ നാ സകെ. അതായത് അപവിത്രരായിട്ടുള്ള ആത്മാക്കൾക്ക് പോകാൻ കഴിയില്ല. യഹ് ഹേ നയി ബാത്തേ. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് എന്ന് ബാബ പറയാ. അച്ഛാ മീട്ടേ മീട്ടേ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ്.
रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, വികർമ്മ സെ ബച്ചനെ കെ ലിയേ ബുദ്ധി की प्रीत एक बाप से लगानी है. इस सड़ी हुई देह का अभिमान छोड़ देना है. ബാബ പറയുന്നത് വികർമ്മത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ബുദ്ധിയുടെ പ്രീതി നമ്മൾ ഒരേ ഒരു ബാബയോട് വയ്ക്കണം. അതുപോലെ ഈ ജീർണിച്ച ശരീരം, ഇതിനോടുള്ള ദേഹാഭിമാനം നമ്മൾ ഉപേക്ഷിക്കണം. सेकंड पॉइंट, हम वॉरियर्स है. इस स्मृति से മായാരൂപി ദുഷ്മൻ पर വിജയ് പ്രാപ്ത് करनी है. ബാബ പറയുന്നത് നമ്മൾ യോദ്ധാക്കളാണ്. ഈ ഒരു സ്മൃതിയിലൂടെ മായാരൂപിയാകുന്ന ആ ശത്രുവിന് മേൽ നമ്മൾ വിജയം നേടുക തന്നെ വേണം. ഉസ്കി പർവാഹ് നെഹി കർണി ഹെ, അതായത് അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. മായയെക്കുറിച്ചൊന്നും. माया गुप्त रूप में बहुत प्रवेश करती है, इसलिए उसे परखना और संभालना है. അപ്പം ബാബ പറയുന്നത് മായ വളരെ ഗുപ്ത രൂപത്തിലാണ് വരിക. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം. അതായത് ഓരോ കാര്യം വരുമ്പോൾ ഇത് മായയാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിയാനുള്ള ശക്തി വേണം നമുക്ക്. അതുപോലെ നമ്മൾ സ്വയത്തെ സംരക്ഷിക്കുകയും വേണം, അല്ലെ? മായയിൽ നിന്നും നമ്മൾ സ്വയത്തെ സംരക്ഷിക്കണം. മായയുടെ മേലും നമ്മൾ വിജയം പ്രാപ്തമാക്കണം. ഈ ബാബ വരദാനം പറയാണ്. മനസാ വാച और कर्मणा की पवित्रता में संपूर्ण मार्क्स लेने वाले नंबर 1 ആജ്ഞാകാരി ഭവ. അതായത് മനസ്സാ വാച കർമ്മണ, അതിൻ്റെ പവിത്രതയിൽ സമ്പൂർണ്ണ മാർക്ക് നേടുന്നവരായ നമ്പർ 1 ആജ്ഞാകാരിയായി ഭവിക്കട്ടെ. അതാണ് ബാബയുടെ ഇന്നത്തെ വരദാനം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ബാബ പറയാ. മനസ്സാ പവിത്രത അർത്ഥാത് സങ്കല്പ മേം ബി അപവിത്രത കെ സംസ്കാർ ഇമർജ് നാ ഹോ. അതായത് മനസ്സാ പവിത്രത അർത്ഥം എന്താ ബാബ പറയുന്നത്? സങ്കല്പത്തിൽ പോലും ആ പവിത്രതയുടെ സംസ്കാരം ഒട്ടുമേ ഉണ്ടാകില്ല. അതാണ് മനസ്സാ പവിത്രത. സങ്കല്പത്തിൽ പോലും അപവിത്രതയുടെ സംസ്കാരം വരില്ല. അങ്ങനെയാകുമ്പോഴാണ് മനസ്സാ പവിത്രത എന്ന് പറയാം നമ്മൾ. സദാ ആത്മിക സ്വരൂപ് അർത്ഥാത് ബായി ബായിക്ക് ശ്രേഷ്ഠ സ്മൃതി രഹേ. സദാ നമ്മൾ ആത്മീയ സ്വരൂപത്തിൽ, അതിൻ്റെ അർത്ഥം എന്താ ബാബ പറയുന്നത്? ബായി ബായി, ആ ശ്രേഷ്ഠ സ്ഥിതി. അതായത് നമ്മൾ ആത്മാക്കൾ പരസ്പരം സഹോദരങ്ങളാണ്. ആ ഒരു ശ്രേഷ്ഠ സ്ഥിതിയിലിരിക്കും. എങ്ങനെയുള്ളവര്? ആത്മീയ സ്വരൂപത്തിൻ്റെ ആ ഒരു സ്ഥിതിയിലിരിക്കുന്നവർ അങ്ങനെയാണ്. അതായത് പരസ്പരം നമ്മൾ ആത്മാക്കള് സഹോദരങ്ങളാണെന്ന ശ്രേഷ്ഠ സ്മൃതിയിലിരിക്കുക. അതാണ് ആത്മീക സ്വരൂപം എന്ന് പറയുന്നത് തന്നെ. വാചാമേ സദാ സത്യത ഓർ മധുരത ഹോ. ഇത് വാക്കുകളിൽ എങ്ങനെയാണ്? സദാ സത്യതയുണ്ടായിരിക്കും, അതുപോലെ വളരെ മധുരമായിരിക്കും വാക്കുകൾ. കർമ്മണാമേം സദാ നമ്രത സന്തുഷ്ടത ഓർ ഹർഷിത മുഖത ഹോ. ഇത് കർമ്മത്തിൽ എങ്ങനെയായിരിക്കും? സദാ നമ്മൾ വിനയരായിരിക്കും, അതുപോലെ സന്തുഷ്ടതയുണ്ടായിരിക്കും, അതുപോലെ ഹർഷിതമുഖരായിരിക്കും. ഇസി ആധാർ പർ നമ്പർ മിൽത്തേ ഹേ. ഇതിൻ്റെ ആധാരത്തിലാണ്, അതായത് മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നുവോ, വാക്കുകൾ കൊണ്ട് നമ്മൾ എങ്ങനെയാണോ, കർമ്മത്തിൽ നമ്മൾ എങ്ങനെയാണോ, ഇതിൻ്റെ ആധാരത്തിലൂടെ തന്നെയാണ് നമുക്ക് നമ്പർ ലഭിക്കുന്നതെന്ന് ബാബ പറയാം. और ऐसे संपूर्ण पवित्र आज्ञाकारी बच्चों का बाप भी गुणगान करते हैं. ഇതുപോലെ സമ്പൂർണം, അതായത് മനസ്സ വാച കർമ്മണ, മൂന്നിലും പവിത്രരായ ആജ്ഞാകാരി കുട്ടികളുടെ ഗുണഗാനം ബാബയും പാടുന്നു പറയാം. വഹി അപ്പനെ ഹർ കർമ്മ സെ ബാപ്പ് കെ കർത്തവ്യ കോ സിദ്ധ കർണേ വാലെ സമീപ രത്ന ഹെ. അവർ തന്നെയാണ് തൻ്റെ ഓരോ കർമ്മത്തിലൂടെയും ബാബയുടെ കർത്തവ്യത്തെ തെളിയിക്കുന്ന സമീപരായിട്ടിരിക്കുന്ന രത്നങ്ങളെന്ന് ബാബ പറയാം. കാരണം മനസ്സ്, വാക്ക്, കർമ്മം, ഇതിലൂടെ നമ്മൾ ബാബയുടെ കർത്തവ്യത്തെ നമ്മൾ പ്രത്യക്ഷമാക്കണം, ബാബയുടെ കർത്തവ്യത്തെ നമ്മൾ തെളിയിക്കണം. അപ്പം അങ്ങനെയുള്ളവരാണ് സമീപത്തിരിക്കുന്ന കുട്ടികൾ, അല്ലേ? സ്ലോഗൻ संबंध संपर्क और स्थिति में लाइट बनो दिनचर्या में नहीं.
അതായത് ബാബ പറയുന്നത് സംബന്ധ സമ്പർക്കത്തിലും അതുപോലെ സ്ഥിതിയിലും നിങ്ങൾ ലൈറ്റായിട്ടിരിക്കും. അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിലൊന്നും നമ്മുടെ മനസ്സ് കുടുങ്ങരുത്, ഒരു ബന്ധനം നമുക്ക് വരരുത്, നമ്മൾ വളരെ ലൈറ്റായിട്ടിരിക്കുക. അതുപോലെ ദിനചര്യ മേനഹി, ദിനചര്യയിലല്ല എന്ന് പറയും, ദിനചര്യയിൽ ലൈറ്റായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അലസതയാകും അല്ലേ. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, പക്ഷെ നമ്മൾ സ്ഥിതിയിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം, വളരെ ലൈറ്റ്. അതുപോലെ സംബന്ധ സമ്പർക്കത്തിലും വളരെ ലൈറ്റായിട്ടിരിക്കാനാണ് ബാബ പറയുന്നത്. ഇനി അവ്യക്ത സൂചന ബാബ പറയാണ്, अंतर्मुखी आत्माएं कैसे भी परिस्थिति हो, चाहे अच्छी हो चाहे हिलाने वाली हो, लेकिन हर समय हर सर्कमस्टेंस के अंदर अपने को അഡ്ജസ്റ്റ് കർ ലേത്തി ഹെ. ബാബ പറയാണ്, അതായത് അന്തർമുഖി ആത്മാക്കൾ അവരെങ്ങനെയാണ്, എങ്ങനെയുള്ള പരിതസ്ഥിതി ആയാലും, അതായത് ചിലപ്പോൾ നല്ല പരിതസ്ഥിതി ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ ഇളക്കുന്ന പരിസ്ഥിതി ആയിരിക്കാം, എങ്ങനെയുള്ളതായാലും അവർ ഏതൊരു സമയത്തും ഏതൊരു സ്ഥിതി വന്നാലും അവരെങ്ങനെയായിരിക്കും, ഉള്ളുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അക്കേലെ ഹോ യാ സംഘടൻ മേ ഹോ ദോനോ മേ അഡ്ജസ്റ്റ് ഹോന യേ ഹേ ബ്രാഹ്മൺ ജീവൻ. ബാബ പറയുന്നത് ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ സംഘടന രൂപത്തിലിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിലും ഈ രണ്ട് കാര്യത്തിലും ബാബ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളതാണ് യഥാർത്ഥമായ ബ്രാഹ്മണ ജീവിതമെന്ന് ബാബ പറയാം. ഇനി മമ്മയുടെ പോയിന്റ് ഉണ്ട്, അതായത് സ്വ ഉന്നതിക്കേലിയെ മമ്മയുടെ ഗുണങ്ങൾ അല്ലേ, ഓരോ ദിവസവും നമുക്ക് ഓരോ ഗുണങ്ങൾ ബാബ പറയാറുണ്ട്. അതിൽ ഈ ഒരു ദിവസത്തെ ബാബ പറയുന്നത് ക്ഷമ എന്ന ഗുണം അല്ലേ, മമ്മയിലുണ്ടായതാണ്. ക്ഷമ എന്ന ഗുണത്തിലൂടെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അതിനുള്ള ശക്തിയാൽ മമ്മ സമ്പന്നയായിരുന്നു. ക്ഷമയോടെ മമ്മ ഓരോ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി മമ്മയിലുണ്ടായിരുന്നു. അതായത് മമ്മ എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ശക്തി ഉണ്ടായിരുന്നു മമ്മയ്ക്ക്. മമ്മ സദാ ക്ഷമയോടെ ഓരോ കാര്യത്തെയും കേട്ട് മനസ്സിലാക്കി പിന്നീട് വളരെ അതിൻ്റെ സാരരൂപത്തിൽ അതിന് മറുപടി കൊടുത്തിരുന്നു. വളരെ ലളിതമായിട്ട് ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിന് വളരെ ലളിതമായ രൂപത്തിൽ മമ്മ മറുപടി കൊടുത്തിരുന്നു. ഇതിലൂടെ അവർ നിന്ദകരെയും പ്രശംസകരാക്കി മാറ്റി അല്ലേ, നിന്ദിക്കുന്നവരും ഉണ്ടാകുമല്ലോ, അവർ പോലും മമ്മയുടെ പ്രശംസകരായി മാറി. ക്ഷമ എന്ന ഗുണത്തിൻ്റെ കാരണത്താൽ അവർ സദാ യോഗയുക്തവും യുക്തിയുക്തവുമായി സ്ഥിതി ചെയ്തു. കൂടാതെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് വളരെ അനുകൂലമായ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിരുന്നു. നമ്മൾ കുട്ടികൾക്കും അതുപോലെ തൻ്റെ സ്വസ്ഥിതിയുടെ സീറ്റിൽ സെറ്റായിട്ടിരുന്ന് ക്ഷമാപൂർവം മറ്റുള്ളവരുമായി സംഭാഷണം ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പം ഇന്നത്തെ പോയിന്റ് ക്ഷമയാണ് മമ്മയുടെ. ക്ഷമ എന്ന് പറയുന്ന ഗുണം വരുമ്പോൾ ഓരോരുത്തരിൽ നിന്നും കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുള്ള ശക്തി ലഭിക്കും. കാരണം ക്ഷമയോടെയാണല്ലോ കേൾക്കുന്നത്, അപ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ശക്തി ലഭിക്കും. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അവർക്ക് അതിൻ്റെ മറുപടികൾ കൊടുക്കാനും സാധിക്കും. അപ്പം ക്ഷമ എന്ന ഗുണത്തെയാണ് ഇന്ന് ബാബ പറയുന്നത്. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബനോട്. ഓം ശാന്തി. ഓം ശാന്തി.